വിഴിഞ്ഞം തുറമുഖം കണ്ട് അത്ഭുതപ്പെട്ടെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ. രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്നും കേന്ദ്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലോണാക്കി മാറ്റിയതിൽ ഇപ്പോഴും എതിർപ്പുണ്ടെന്നും തരൂർ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച ശേഷമാണ് തരൂരിന്റെ പ്രതികരണം. ഈ ഓപ്പറേഷൻസ് റൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്ക് ഒരു 21-ാം നൂറ്റാണ്ടത്തെ ഒരു സിനിമ കാണുന്ന പോലെയാണ്. ഞാൻ പ്രത്യേകിച്ച് അവിടെ തിരഞ്ഞെടുത്തത് വിഴിഞ്ഞത്തുനിന്ന് എടുത്ത ചില റിക്രൂട്ട്സാണ്. ചില പെൺകുട്ടികൾ, വിഴിഞ്ഞത്ത് ജനിച്ച് വളർന്ന പെൺകുട്ടികൾ, ഫ്രഷ് ഗ്രാജുവേറ്റ്സെ വന്നിട്ട് ഇവരെ ഹയർ ചെയ്തിട്ടുണ്ട്. അവരാണ് വലിയ മോഡേൺ കർവ്ഡ് സ്ക്രീൻസിന് മുമ്പിൽ ഇരുന്നിട്ട് കൺട്രോളും മൗസും സോഫ്റ്റ്വെയറൊക്കെ വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻസിനൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ശരിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യയിലത്തെ എല്ലാം വെച്ച് അഡ്വാൻസ്ഡ് സ്പോർട്സ് ഫെസിലിറ്റീസാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് ശരിക്ക് കേരളത്തിൻ്റെ ഒരു അഭിമാനമാണിത്. ഇതിൽ എല്ലാവരും സഹകരിച്ച് നമ്മളുടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിഴിഞ്ഞം ഒരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കേന്ദ്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലോണാക്കി മാറ്റിയതിൽ ഇപ്പോഴും എതിർപ്പുണ്ടെന്നും തരൂർ പറഞ്ഞു. ചില വിഷയങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ തന്നെ പറയുന്നു. ഉദാഹരണം, കേന്ദ്ര സർക്കാർ ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിന് ഒരു ലോണായി മാറ്റിയത് ഞങ്ങൾ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ ചർച്ച ഇനി നടത്തേണ്ടി വരും. ലോണല്ല, അത് ശരിക്ക് ഒരു ഗ്രാൻറ്റായിട്ട് തന്നെ കാണണം. കാരണം അല്ലെങ്കിൽ കേരള സർക്കാർ ഈ തുറമുഖത്ത് നിന്ന് കിട്ടുന്ന റവന്യൂസിൻ്റെ ഒരു വലിയ ഭാഗം കേന്ദ്രത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് ഫെയർ അല്ലല്ലോ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.